ലോഗോസ് ക്വിസ് 2025 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 19 ചോദ്യോത്തരങ്ങൾ ഭാഗം 2. ചോദ്യം 1. താൻ ഇപ്പോൾ എവിടേക്ക് മടങ്ങുന്നു എന്നാണ് ആ ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം: വീട്ടിലേക്ക്. ചോദ്യം 2. കഴുതകൾക്ക് വേണ്ട എന്തെല്ലാം തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം: പുല്ലും വൈക്കോലും. ചോദ്യം 3. ഈ ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും വേണ്ട എന്തെല്ലാം തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം: അപ്പവും വീഞ്ഞും. ചോദ്യം 4. തങ്ങൾക്ക് വേണ്ടതെല്ലാം തങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് ലേവ്യൻ പറഞ്ഞപ്പോൾ വൃദ്ധൻ ആദ്യം പറഞ്ഞത് എന്ത്? ഉത്തരം: സമാധാനമായിരിക്കുക. ചോദ്യം 5. എന്തെല്ലാം താൻ ചെയ്തു തരാം എന്നാണ് വൃദ്ധൻ ലേവ്യനോട് പറഞ്ഞത്? ഉത്തരം: വേണ്ടതൊക്കെ. ചോദ്യം 6. എവിടെ രാത്രി കഴിക്കരുത് എന്നാണ് വൃദ്ധൻ ലേവ്യനോട് പറഞ്ഞത്? ഉത്തരം: പൊതുസ്ഥലത്ത്. ചോദ്യം 7. വൃദ്ധൻ ലേവ്യനെയും കൂടെയുള്ളവരെയും കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: വീട്ടിൽ. ചോദ്യം 8. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയ ശേഷം കഴുതകൾക്ക് കൊടുത്തത് എന്ത്? ഉത്തരം: തീറ്റി. ചോദ്യം 9. വൃദ്ധൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം എന്താണ് അവർ കഴിച്ചത്? ഉത്തരം: ഭക്ഷണപാനീയങ്ങൾ. ചോദ്യം 10. വൃദ്ധന്റെ വീട്ടിലെത്തിയ ശേഷം അവർ പാനീയങ്ങൾ കഴിച്ചത് എപ്രകാരം? ഉത്തരം: കാലുകഴുകി. ചോദ്യം 11. അവർ വൃദ്ധന്റെ വീട്ടിലായിരിക്കുമ്പോൾ ആ വീട് വളഞ്ഞത് ആര്? ഉത്തരം: നഗരത്തിലെ ചില ആഭാസന്മാർ. ചോദ്യം 12. എവിടെയുള്ള ആഭാസന്മാരാണ് വൃദ്ധന്റെ വീട് വളഞ്ഞത്? ഉത്തരം: നഗരത്തിലെ. ചോദ്യം 13. ലേവ്യനും കൂടെയുള്ളവരും വൃദ്ധന്റെ വീട്ടിൽ എപ്രകാരമായിരിക്കുമ്പോഴാണ് നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞത്? ഉത്തരം: സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ. ചോദ്യം 14. വീട് വളഞ്ഞ ചില ആഭാസന്മാർ ചെയ്തത് എന്ത്? ഉത്തരം: വാതിലിൽ ഇടിച്ചു. ചോദ്യം 15. വീട് വളഞ്ഞ ആഭാസന്മാർ വീട്ടുടമസ്ഥനായ വൃദ്ധനോട് പറയുന്നത് എന്ത്? ഉത്തരം: നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. 16. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനോട് ഞങ്ങൾ എന്തു ചെയ്യട്ടെ എന്നാണ് ആഭാസന്മാർ വൃദ്ധനോട് പറയുന്നത്? ഉത്തരം: രമിക്കട്ടെ. ചോദ്യം 17. ആഭാസന്മാരോട് പുറത്തു വന്ന വീട്ടുടമസ്ഥൻ അഭിസംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം: സഹോദരന്മാരെ. ചോദ്യം 18. നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറയുന്നത്? ഉത്തരം: ഈ തിന്മ ചെയ്യരുത്. ചോദ്യം 19. ഈ മനുഷ്യൻ എന്താണല്ലോ എന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറയുന്നത്? ഉത്തരം: എന്റെ അതിഥിയാണല്ലോ. ചോദ്യം 20. എനിക്ക് ആരുണ്ട് എന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറയുന്നത്? ഉത്തരം: കന്യകയായ ഒരു പുത്രി. ചോദ്യം 21. എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ആരുമുണ്ട് എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറയുന്നത്? ഉത്തരം: ഒരു ഉപനാരിയും. ചോദ്യം 22. വൃദ്ധന്റെ പുത്രിയോടും ആ മനുഷ്യന്റെ ഉപനാരിയോടും എപ്രകാരം പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറയുന്നത്? ഉത്തരം: ഇഷ്ടം പോലെ. ചോദ്യം 23. എന്റെ പുത്രിയോടും ഈ മനുഷ്യന്റെ ഉപനാരിയോടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക, എന്നാൽ ഈ മനുഷ്യനോട് എന്ത് കാണിക്കരുത് എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറയുന്നത്? ഉത്തരം: നികൃഷ്ടത. ചോദ്യം 24. ലേവ്യൻ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത് ആരെ? ഉത്തരം: തന്റെ ഉപനാരിയെ. ചോദ്യം 25. ലേവ്യൻ വിട്ടുകൊടുത്ത തന്റെ ഉപനാരിയോട് ആഭാസന്മാർ ചെയ്തത് എന്ത്? ഉത്തരം: അവളെ മാനഭംഗപ്പെടുത്തി. ചോദ്യം 26. എപ്പോൾ വരെയാണ് അവൻ അവളുമായി രമിച്ചത്? ഉത്തരം: പ്രഭാതം വരെ. ചോദ്യം 27. എപ്പോഴാണ് അവർ അവളെ വിട്ടയച്ചത്? ഉത്തരം: പ്രഭാതമായപ്പോഴേക്കും. ചോദ്യം 28. ആ സ്ത്രീ വന്ന് എവിടെയാണ് തളർന്നു വീണത്? ഉത്തരം: വീടിന്റെ വാതിൽക്കൽ. ചോദ്യം 29. ആ സ്ത്രീ വന്ന് ആര് കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കലാണ് തളർന്നു വീണത്? ഉത്തരം: തന്റെ നാഥൻ. ചോദ്യം 30. എപ്പോൾ വരെയാണ് ആ സ്ത്രീ വീടിന്റെ വാതിൽക്കൽ തളർന്നു കിടന്നത്? ഉത്തരം: വെളിച്ചം പരക്കുന്നത് വരെ. ചോദ്യം 31. ആ ലേവ്യൻ എപ്പോഴാണ് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയത്? ഉത്തരം: രാവിലെ. ചോദ്യം 32. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ ലേവ്യൻ ആര് വാതിൽക്കൽ കിടക്കുന്നതാണ് കണ്ടത്? ഉത്തരം: ഉപനാരി. ചോദ്യം 33.
രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ ലേവ്യൻ തന്റെ ഉപനാരി എപ്രകാരം വാതിൽക്കൽ കിടക്കുന്നതായാണ് കണ്ടത്? ഉത്തരം: കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച്. ചോദ്യം 34. വാതിൽക്കൽ കിടന്നിരുന്ന തന്റെ ഉപനാരിയോട് ലേവ്യൻ പറഞ്ഞത് എന്ത്? ഉത്തരം: എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. ചോദ്യം 35. ഒരു മറുപടിയും ഉണ്ടാകാതിരുന്ന ശേഷം ലേവ്യൻ തന്റെ ഉപനാരിയെ കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: സ്വന്തം വീട്ടിലേക്ക്. ചോദ്യം 36. ലേവ്യൻ തന്റെ ഉപനാരിയെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത് എപ്രകാരം? ഉത്തരം: കഴുതപ്പുറത്ത് വെച്ച്. ചോദ്യം 37. ലേവ്യൻ തന്റെ ഉപനാരിയെ ചെയ്തത് എന്ത്? ഉത്തരം: കത്തിയെടുത്ത്. ചോദ്യം 38. ലേവ്യൻ തന്റെ ഉപനാരിയെ എത്ര കഷ്ണങ്ങളായാണ് ചെയ്തത്? ഉത്തരം: 12 കഷ്ണങ്ങളാക്കി. ചോദ്യം 39. ലേവ്യൻ തന്റെ ഉപനാരിയുടെ എന്താണ് 12 കഷ്ണങ്ങളായി ചെയ്തത്? ഉത്തരം: അവയവങ്ങൾ. ചോദ്യം 40. ലേവ്യൻ തന്റെ ഉപനാരിയുടെ അവയവങ്ങൾ എവിടേക്കാണ് കൊടുത്തയച്ചത്? ഉത്തരം: ഇസ്രായേലിൽ എല്ലായിടത്തേക്കും. ചോദ്യം 41. ലേവ്യൻ തന്റെ ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ചത് എപ്പോൾ? ഉത്തരം: വീട്ടിലെത്തിയ ഉടനെ. ചോദ്യം 42. ഇസ്രായേൽ എവിടെ നിന്ന് വന്നതിന് ശേഷം ഇപ്രകാരമൊന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് ലേവ്യൻ കൊടുത്തയച്ചവ കണ്ടവരെല്ലാം പറഞ്ഞത്? ഉത്തരം: ഈജിപ്തിൽ നിന്ന്. ചോദ്യം 43. ഇതേപറ്റി എന്ത് ചെയ്യും എന്നാണ് ലേവ്യൻ കൊടുത്തയച്ചത് ലഭിച്ച ഇസ്രായേൽ ജനം പറഞ്ഞത്? ഉത്തരം: ആലോചിച്ച് തീരുമാനിക്കും. ചോദ്യം 44. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 30. ചോദ്യം 45. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം? ഉത്തരം: ഗിബെയക്കാരുടെ മ്ലേച്ഛത. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ആഭാസന്മാരോട് പുറത്തു വന്ന വീട്ടുടമസ്ഥൻ അഭിസംബോധന ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ലോഗോസ് ക്വിസ് 2025 പഠന സഹായി PDF രൂപത്തിൽ ലഭ്യമാണ്. 30 രൂപയാണ് വില. മെസ്സേജ് ചെയ്യേണ്ട ഫോൺ നമ്പർ 9747907747.